ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് ക്രൈസി ഫാമിലി എന്നാണ്. അപ്പോൾ എൻ്റെ പേര് കൃഷ്ണ എന്നാണ്. അപ്പോൾ നമ്മളിന്ന് രാവിലെ മുതലുള്ള ഒരു റൊട്ടീനാണ് കാണിക്കുന്നത്. മുഴുവനായിട്ടൊന്നുമില്ല, നമ്മുടെ ദേവുട്ടി സ്കൂൾ വിട്ട് വരുന്ന വരെയുള്ളത്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റ് കുളിച്ചു കേട്ടോ. അപ്പോൾ നന്ദുമ്പോൾ നീച്ച പിന്നെ എൻ്റെ കുളിയൊക്കെ തഥാസ്തുവാണ്, പിന്നൊന്നും നടക്കില്ല. പിന്നെ ആരെയിലൊക്കെ ഒഴിവ് നോക്കി അവനെ കൊടുത്ത് എന്നിട്ടൊക്കെ വേണം എനിക്ക് കുളിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ കുളിച്ചു. പിന്നെ ദേവുട്ടീനൊക്കെ എണീപ്പിച്ചു. ദേവുട്ടി ഇന്ന് രാവിലെ തന്നെ പറയുന്നുണ്ട് ഞാൻ സ്കൂളിലേക്ക് പോകണില്ല, അമ്മ ഊണ് കഴിച്ചാൽ അപ്പം തന്നെ വരുമോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് രാവിലെ തന്നെ അവളെ എണീക്കുന്നത്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ശരിയാക്കി അവളെ ബാത്റൂമിലും പല്ലിയപ്പും കുളിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് സുന്ദരി കുട്ടിയായി. എന്നിട്ടുള്ള അവളെ ഒരുക്കണ വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ അവൾക്കാണെങ്കിലോ എന്തെന്ത് ചെയ്താലും പറ്റില്ല. അപ്പോൾ ആദ്യം ഐലൈനർ എടുത്തിട്ട് പൊട്ട് തൊടാൻ നോക്കി, അത് വേണ്ട. അത് കഴിഞ്ഞിട്ട് മറ്റേ നമ്മൾ കളർ ചാന്തില്ലേ, പല പല കളറുള്ള ചാന്ത്, അപ്പോൾ അത് വെച്ചിട്ട് പൊട്ട്, അത് അവൾക്ക് സൂര്യനെ വരയ്ക്കണമെന്ന് അവളുടെ മുഖത്ത് നെറ്റീമേ. അപ്പോൾ അതൊന്നും നടക്കില്ല. ഞാൻ വേണമെങ്കിൽ 2-3 കുത്തിട്ട് തരാം, അതേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിട്ട് കൊടുത്തു. അപ്പോഴേക്കും അവൾ വാശി പിടിക്കുകയാണ്. അപ്പോഴേക്ക് ചീത്ത പറഞ്ഞിട്ട് അത് ഞാൻ ശരിയാക്കി. ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടുള്ള ഇതാണത്. നന്ദുമോൻ ഇടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ കഴിക്കാൻ അവൾക്ക് ദോശയും ചട്നിയാണ് വീട്ടിൽ നിന്ന്. അപ്പോൾ അതൊക്കെ കഴിക്കാനെടുത്തു. നല്ല മുരുമുരി ദോശ വേണം പറഞ്ഞിട്ട് അങ്ങനെ മുരിഞ്ഞ ദോശയാണ്. അപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ സന്തോഷമാണത്. ഡാൻസ് കളിക്കുക, പാട്ട് പാടുക. അപ്പോൾ പിന്നെ അവളെ മാത്രം എന്തിനാണ് വീഡിയോ എടുക്കണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുട്ടീനെ ഒരുക്കി കൊണ്ട് വിടണതാണ് ഞാൻ വീഡിയോ എടുക്കണത്. അപ്പോൾ അതാ ഇത് കാണിക്കണതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ നന്ദുമോനും കഴിക്കാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്ദുമോൻ വന്നിട്ട് ആക്രമിക്കുകയാണ് ഭക്ഷണത്തിന്. അപ്പോൾ ഞാൻ അവനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു. ഞാൻ കഴിച്ചില്ല കേട്ടോ. ഞാൻ ദേവുട്ടീനെ പറഞ്ഞു വിട്ടിട്ട് വേണം എനിക്ക് വന്ന് കഴിക്കാൻ. അപ്പോൾ അവളെ ലഞ്ച് ബോക്സ് ആണെന്ന്. അപ്പോൾ അവൾക്ക് വെളിച്ചെണ്ണ ഉപ്പും പറഞ്ഞിട്ട് അങ്ങനെയാണ് ലഞ്ച്. അത് അവൾക്ക് ഉടച്ചിട്ടൊന്നും അവൾക്ക് ഇഷ്ടമില്ല. അപ്പോൾ അവൾ പറയും ഇതെന്തിനമ്മ പുളിയാക്കണേ, എനിക്ക് അങ്ങനെ വേണ്ട അറിയും. അപ്പോൾ വെറുതെ അതിലൊഴിച്ച് വെറുതെ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി. പിന്നെ സ്നാക്സായിട്ട് ഞാൻ ആപ്പിൾ മുറിച്ചിട്ട് കൊടുത്തു. പിന്നെ കടല ഉപ്പേരി, മസാലയൊക്കെ ഇട്ടുള്ള കടല ഉപ്പേരിയാണ്. അപ്പോൾ അവൾക്ക് അതിന് എരിവൊന്നും പറ്റില്ല. അപ്പോൾ അത് വെള്ളത്തിൽ കഴുകി അതുമാണ്. അപ്പോൾ അവളെ ആദ്യം പോയിട്ടാണ് സ്കൂളിലേക്ക് ബസ് കയറാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിതാ പോന്നു. അപ്പോഴേക്കും കുഞ്ഞേട്ടയുടെ ബസ് വന്ന് കുഞ്ഞേട്ട പോയി. അപ്പോൾ കുഞ്ഞേട്ട പോയതിൻ്റെ കാര്യമൊക്കെ പറയുകയാണ്. അപ്പോൾ ബാബത്തിച്ച് വരുന്നുണ്ട്. അപ്പോൾ അച്ഛൻ്റെ ഏട്ടനാണ് കേട്ടത്. അവൾ എന്ത് കാര്യത്തിനും നിൽക്കുന്നത് ബാബത്തിച്ചാണ്. ബാബത്തിയുടെ അടുത്ത് സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും അവൾക്ക് പാപ്പ വേണേന്ന് പറയാണ്. പാപ്പയും ജ്യൂസും ഒക്കെ വാങ്ങിക്കൊടുന്നിരിക്കുന്നത് ബാബത്തിയാണ്. ബാബത്തി വരുമ്പോൾ പാപ്പ കൊണ്ടുവയ്ക്കണേന്ന് പറഞ്ഞു. എന്നിട്ട് നിൽക്കുമ്പോഴാണ് അനുമേമേനെ കൊണ്ടാക്കിയിട്ട് അച്ഛച്ച വരുന്നത്. അപ്പോൾ അച്ഛച്ചൻ്റെ അടുത്ത് കുറച്ച് നേരം കുശലം പറഞ്ഞിട്ട് അവിടെ നിന്നു. അപ്പോഴേക്കും അവൾക്ക് സങ്കടമാവാൻ തുടങ്ങിയിട്ടോ. അച്ഛച്ച ഉച്ചയ്ക്ക് ഊണ് കഴിച്ച് എന്നെ കൊണ്ടുവരാൻ വരുമോ എന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പോഴേക്കും വേഗം ബസ് വന്നു. ബസ്സിൽ നിന്ന് പിടിച്ച് വലിച്ചിട്ടാണ് ഇന്ന് കയറ്റി ഇറക്കണത്. നിലവിളിയോട് നിലവിളിയാണ്. അപ്പോൾ ബാഗൊക്കെ ഞാൻ സ്റ്റെപ്പുമ്പോൾ വെച്ച് കൊടുക്കുക ചെയ്തത്. വണ്ടിയിലേക്ക് ടീച്ചർക്ക് വാങ്ങാൻ പറ്റിയില്ല. ടീച്ചർ അവിടെ തന്നെ പിടിച്ച് ഒതുക്കി നിർത്തുകൊണ്ട് ടീച്ചർ പറഞ്ഞു ഇന്ന് സ്റ്റെപ്പുമ്പോൾ വെച്ചോ, ഞാൻ വേഗം ഡോർ അടയ്ക്കട്ടെ പറഞ്ഞിട്ട് ടീച്ചർ ഡോർ അടയ്ക്കുകയാണ്. എന്നിട്ട് വേഗം പോയി ബസ്. അപ്പോൾ ഞാൻ തിരിച്ച് വന്ന് ഇന്ന് ക്ലാസ് ഉണ്ട് തന്നുപോനെ, നമ്മുടെ അനങ്ങന്നടിക്ക് പോകണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വേഗം കഴിച്ചു. 9:30 വണ്ടി വരും. നമുക്ക് 10 മണിക്കാണ് ക്ലാസ് തുടങ്ങുക. അപ്പോൾ വേഗം കഴിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുറച്ചും കൂടി നന്ദുമോന് ഞാൻ അതിൻ്റെ ഇടയിൽ കഴിക്കാൻ കൊടുത്തു. എന്നിട്ട് ഡ്രസ്സൊക്കെ മാറി. എന്നിട്ട് ഞാനിതാ പുറപ്പെടുകയാണ്. അതിൻ്റെ ഇടയിൽ നന്ദുമോൻ ക്യാമറ കണ്ടിട്ട് ഇതെന്താ ക്ലിയർ ഇല്ല എന്ന് വിചാരിക്കരുത്. നന്ദുമോനെ കിട്ടാത്ത തരത്തിലാണ് ഞാൻ ക്യാമറ ജനൽമ വെച്ചിരിക്കുന്നത് ഫോണ്. അല്ലെങ്കിൽ എൻ്റെ ഫോണ് തരിപ്പണമായിരിക്കും. അത് കാരണം ഞാൻ സൈഡിൽ വെച്ചിരിക്കുകയാണ്. 2 ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നാലും കാണാത്തത് അതുകൊണ്ടാണ്.
എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവച്ചാൽ ചിലപ്പോൾ ഫോണ് പോയി കാണും. പിന്നെ അത് ആ ചാർജറൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. എൻ്റെ വാച്ച് ഞാൻ അവിടെ കുത്തി വെച്ചായിരുന്നു. അപ്പോൾ അതെടുക്കാനുള്ള പ്ലാനാണെന്ന് കണ്ടപ്പോൾ ഞാനത് വേഗം എടുത്ത് എൻ്റെ കയ്യുമ്പോൾ കിട്ടി. അല്ലെങ്കിൽ വാച്ച് അതേപോലെ തന്നെ ആവും. എൻ്റെ ഒരു വാച്ച് എനിക്കിതുപോലെ നഷ്ടപ്പെട്ടു എന്ന് പറയും. പൊട്ടിത്തെടുപ്പണമായപ്പോൾ ഏട്ടൻ്റെ വാച്ച് എനിക്ക് തന്നിട്ട് പോയതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് വേഗം കെട്ടി. ആ ചുമരുമ്പോൾ കാണുന്നതൊക്കെ ഒന്നും ചളിയല്ല കേട്ടോ, അതൊക്കെ ദേവൂട്ടിയുടെ കലാവിരുതാണ്. അപ്പോൾ അതെന്താ നിങ്ങളുടെ ചുമരൊക്കെ ഇങ്ങനെയെന്ന് വിചാരിക്കരുത്, ഒക്കെ ദേവൂട്ടിയുടെ കലാവിരുതുകളാണ്. അവളൊന്ന് വലുതായിട്ട് വേണം പെയിൻ്റ് അടിക്കാമെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതാ എൻ്റെ ഡ്രസ്സ് മാറലൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ നന്ദുവിനെ പുറത്തിരിപ്പിക്കുകയാണ്. ഈ റൂമിലാവുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നത്. അല്ലാതെ ഈ വാതിലൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ നേരെ റോട്ടിലെത്തും. പിന്നെ അവന് മനസ്സിലായി ഞാൻ ഡ്രസ്സ് മാറി അപ്പം അവനെ കൊണ്ടുപോകുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ സന്തോഷമാണ്. അപ്പോൾ അവന് ഡ്രസ്സ് മാറി ഇങ്ങനെ പോവാൻ ഭയങ്കര ഇഷ്ടമാണ്, വണ്ടിയിൽ പോവുക. അല്ലാതെ നിങ്ങൾക്കിപ്പോൾ ഞാൻ എപ്പോഴും പറയണമെന്നില്ലല്ലോ, അല്ലാതെ ഇരിക്കാൻ പറ്റാൻ തീരെ ഇഷ്ടമില്ല. അപ്പോൾ അതാ അവൻ്റെ ഡ്രസ്സ് മാറലൊക്കെ കഴിഞ്ഞു. പിന്നെ പാമ്പേഴ്സൊക്കെ ഇട്ട് കൊടുക്കണം. പുറത്തേക്കൊക്കെ പോകുമ്പോൾ പാമ്പേഴ്സ് ഇട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ട്രൗസറിലൊക്കെ ചീച്ച് വയ്ക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഏറ്റവും ഒരു ബുദ്ധിമുട്ട് എന്ന് പറയാൻ ഇങ്ങനെ ഇതാണ്. ഈ പാമ്പേഴ്സ് വാങ്ങി നമ്മളവിടെ തോക്കും. നമ്മൾക്ക് പുറത്തേക്ക് അഥവാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ നമ്മൾ പാമ്പേഴ്സ് കരുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യം ശരിയാവില്ല. അപ്പോൾ എപ്പോഴും പാമ്പേഴ്സ് എപ്പോഴും കരുതും. ഇപ്പോൾ എപ്പോഴും ആഴ്ചയിൽ 2 ദിവസം ക്ലാസ് ഉണ്ടാവുകൊണ്ട് എപ്പോഴും പോകേണ്ടതല്ലേ. അപ്പോൾ പാമ്പേഴ്സ് ഒക്കെ ഇടിപ്പിച്ചു, ട്രൗസർ ഇടിപ്പിച്ചു. അപ്പോൾ ഇതാ പൗഡറൊക്കെ ഇട്ട് ഞാനൊരു കുറി വരച്ച് കൊടുക്കുകയാണ്. ചന്ദനക്കുറിയൊന്നും പറ്റില്ല. ചന്ദനക്കുറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അവ വേഗം കളിയും. അപ്പോൾ ഞാൻ ഐലൈനർ കൊണ്ട് ഒരു കുറി വരച്ച് കൊടുത്തു. അപ്പോൾ ഇതാ ഞങ്ങളെ റെഡി ആവലൊക്കെ ഏകദേശം കഴിഞ്ഞു. ടവലൊക്കെ എടുത്തിട്ട് പോകണം. അപ്പോൾ കരയുമ്പോൾ വായെന്നൊക്കെ വെള്ളം ഒലിക്കും. അപ്പോൾ ഞാൻ ടവലൊക്കെ എടുത്തു. അപ്പോൾ ഇതാ ഞങ്ങളങ്ങനെ ചെരുപ്പൊക്കെ ഇട്ട് ഓടണം. വണ്ടി വന്നു എന്ന് പറഞ്ഞിട്ട് വിളിക്കൽ കഴിഞ്ഞു. 2 വട്ടം വിളിച്ചു. അപ്പോൾ വേഗം ചെരുപ്പൊക്കെ ഇടുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ചെറിയ സന്തോഷം തന്നെ. രാവിലെ നീക്കണോ, അവൻ്റെ പിന്നാലെ നടക്കണോ, ഉച്ചയ്ക്ക് കിടന്നുറങ്ങണോ, ഭക്ഷണം കഴിക്കണോ, പിന്നെ അവ എണീക്കണോ, പിന്നെ അവൻ്റെ പിന്നാലെ നടക്കണോ, പിന്നെ വൈകുന്നേരം ഭക്ഷണം കഴിക്കണോ, കിടക്കണോ. ഇങ്ങനെ തന്നെയാണ് എൻ്റെ ഒരു റൊട്ടേഷൻ. അതിൻ്റെ ഇടയിൽ ദൈവനെ നോക്കലും കൂടി ഭയങ്കര ഇടങ്ങറാണ്. ഇങ്ങനെയൊന്നും ആർക്കും കൊടുക്കരുത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. ഇതിലും വയ്യാത്ത കുട്ടികൾ നമ്മളെത്ര കണ്ടിരുന്നു. ഇവൻ്റെ അവനെ കൊണ്ടുപോണ വണ്ടിയിൽ തന്നെ ഉണ്ടാവും 2 കുട്ടികൾ. പക്ഷെ അവർ കുറച്ചും കൂടി ബെറ്റർ ആയുള്ള കുട്ടികളാണ്. അപ്പം അവരെ കാണുമ്പോൾ നമുക്ക് തോന്നും അവരാണ് ഇത്തിരിയും കൂടി നല്ലത്. ഈ ഒതുങ്ങിയിരിക്കുന്നത് വണ്ടിയിൽ പോകാൻ നല്ല ഇഷ്ടമാണ് പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഈ ഒതുങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഡ്രൈവർ മാമ. അപ്പോൾ അതാ ഈ കാണുന്നത് എന്താണെന്നറിയോ, നമ്മുടെ വാണിയംകുളം ചന്ത. അപ്പോൾ ഇന്ന് ബുധനാഴ്ചയും വ്യാഴാഴ്ചയാണ് നമ്മുടെ വാണിയംകുളം ചന്ത അധികം ഉണ്ടാവുക. അപ്പോൾ ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് തന്നെ അപ്പോൾ ചന്തയിൽ തിരക്കൊക്കെ ഉണ്ട് കുറച്ച്. നമ്മളിതാ നമ്മുടെ കോതകുരിശി എത്തി. അനങ്ങമലയാണ് ആ കാണുന്നത്. അപ്പോൾ അനങ്ങമല ചിലവരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും, കോതകുരിശി അനങ്ങനടിയിൽ. അപ്പോൾ ഇതാ നമ്മുടെ പഞ്ചായത്ത് എത്തി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇതാണ് നമ്മുടെ ഓട്ടിസം സെൻറ്ററിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതാ 2-3 കുട്ടികൾ വേറെ വന്നിട്ടുണ്ട്. അധികം അവരുടെ അടുത്ത് പറയാതെ നമ്മൾ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അവരുടെ അടുത്ത് അനുവാദമൊക്കെ ചോദിച്ചിട്ട് ഞാൻ വേറൊരു ദിവസം നമ്മുടെ നന്ദുമോൻ്റെ തെറാപ്പിയൊക്കെ വീഡിയോ എടുക്കാം. അപ്പോൾ ഞങ്ങളിതാ തെറാപ്പിയൊക്കെ കഴിഞ്ഞ് 1 മണിക്കൂറത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നു ഗൈസ്. അങ്ങനെ ഇതാ വീട്ടിലേക്ക് എത്തണ വഴിയാണിത്. അങ്ങനെ നടന്നു പോവുകയാണ്. നന്ദുമോൻ ആദ്യം ഫോണിലേക്കൊന്നും നോക്കുകയോ ചെയ്തായിരുന്നില്ല കേട്ടോ. ഇപ്പം ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അവനല്ലേ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നോക്കാൻ തുടങ്ങി. അപ്പോൾ വന്നതാ എൻ്റെ ഡ്രസ്സ് മാറലൊക്കെ കഴിഞ്ഞു. അവനിതാ ഡ്രസ്സ് മാറി. അപ്പോൾ ഞങ്ങൾ രാവിലെ നേരത്തെ പോകുകൊണ്ട് ഞാൻ അവന് കഴിക്കാൻ കൊടുക്കുകയാണ്. അപ്പോൾ അവനെ ലോക്കാക്കിയിട്ട് ഇരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടറിയുന്നുണ്ടോയെന്ന് അറിയില്ല. അവൻ്റെ കാലിൻ്റെ മുകളിൽ എൻ്റെ ഒരു കാല് വെച്ചിട്ടാണ് ഞാൻ അവന് കഴിക്കാൻ കൊടുക്കുന്നത്. ആ കാലെടുത്താൽ അപ്പോൾ ഓടും.
എൻ്റെ ഇടയിൽ അച്ഛൻ വന്ന് തോണ്ടുണ്ട്. അപ്പോൾ വിളിച്ചാൽ നോക്കലൊക്കെ ഉണ്ട്. അവന് കേൾവിക്കൊന്നും കുഴപ്പമില്ല കേട്ടോ. കേൾവിക്ക് കുഴപ്പമില്ല, നാവിന് കുഴപ്പമില്ല. എന്തിനാ കുഴപ്പമെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. അങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ. അപ്പോൾ അതാ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു. അപ്പോൾ നന്ദു ഉറങ്ങുകയാണ്. അവനെ ഉച്ചയ്ക്ക് ഊണ് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് അവനെ ഞാൻ ഉറക്കി. എന്നിട്ട് ആ ദേവുവിനെ കൊണ്ടുവരാൻ പോയി. അപ്പോൾ നമ്മളൊരു ചെറിയ വീഡിയോ ആണ്. ഇതാ ദേവുവിൻ്റെ ബസ് വരിക കേട്ടോ. അപ്പോൾ ബാബച്ചി അവിടെ നോക്കിയിരിക്കുന്നുണ്ട് ദേവുവിനെ. ഇപ്പോൾ കരച്ചിലൊന്നുമല്ല, നല്ല സുന്ദരി കുട്ടിയായിട്ടാണ് തിരിച്ചു വരവ്. പോകുമ്പോൾ ഇപ്പോൾ എന്താ സങ്കടം എന്നറിയാം. എനിക്ക് അമ്മേനെ കാണാൻ തോന്നുകയാണെന്നാണ് പറയണത്. എന്താ സ്ഥിതി എന്നൊന്നും അറിയില്ല. ടീച്ചറെ അടുത്ത് വിളിച്ച് ചോദിക്കുമ്പോൾ ടീച്ചർ പറയേണ്ട യാതൊരു കുഴപ്പമില്ലയെന്ന്. അപ്പോൾ ദാ ഗൈസ്, നമ്മുടെ വീഡിയോ ഏകദേശം അവസാനിക്കാറായി. ഞാൻ